ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ എ ലെറ്റർ ടു ഗോഡിൻ്റെ പാർട്ട് 2 ചെയ്യുകയാണെന്ന്. ഇന്ന് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസറുകൾ വേണമെങ്കിൽ അത് കുറേ വർഷത്തെയൊക്കെ ഉണ്ട്. അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന വർഷം വന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്കൂളിൽ നിന്നോ NCERT സിലബസിൽ നിന്നോ കിട്ടുന്ന ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങൾ പഠിക്കുകയോ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മക്കളും നല്ലതായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. അപ്പം പേജ് നമ്പർ 5 ആദ്യത്തെ സീക്വൻസ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് ലെഞ്ചോ ഹോപ്പ് ഫോർ? ലെഞ്ചോയ്ക്ക് എന്തായിരുന്നു അവൻ്റെ വിഷ് അല്ലെങ്കിൽ ആഗ്രഹം, മുന്നോട്ട് പോകാനുള്ള അവൻ്റെ ഓരോ ദിവസങ്ങളുടെയും ഹോപ്പ് എന്തായിരുന്നു? ലെഞ്ചോ ഹോപ്ഡ് ഫോർ എ ഗുഡ് റെയിൻഫാൾ സോ ദാറ്റ് ഹിസ് ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ കുഡ് പ്രൊവൈഡ് ഹിം എ ഗുഡ് ഹാർവസ്റ്റ്. അപ്പോൾ ഈ കുഞ്ഞ് സെൻറ്റൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ലെഞ്ചോ എന്താണ് ആഗ്രഹിച്ചത്? നല്ലൊരു മഴ വേണം അവൻ്റെ എന്തിനു വേണ്ടി? നല്ലൊരു കോൺ ഹാർവസ്റ്റിന് വേണ്ടി. വൈ ഡിഡ് ലെഞ്ചോ സേ ദ റെയിൻ ഡ്രോപ്പ് വെയർ ലൈക്ക് ന്യൂ കോൺ? Then second question, why did Lenjo say the raindrop were like new coins? Answer is, Lenjo said that the raindrop were like new coins because with rain his field of ripe corn could produce a good harvest. A good harvest would help him in earning more money. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡിഡ് ദ റെയിൻ ചേഞ്ച് വാട്ട് ഹാപ്പൻ ടു ലെഞ്ചോസ് ഫീൽഡ്? എങ്ങനെയാണ് റെയിൻ ചേഞ്ച് ചെയ്യപ്പെട്ടത്? എന്താണ് ലെഞ്ചോയുടെ ഫീൽഡിന് പറ്റിയത്? ദ റെയിൻ ചേഞ്ച്ഡ് ഇൻ ടു ഹെയിൽ ആസ് എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ ആൻഡ് ഹ്യൂജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു fall. All the crops in Lenjo's field got destroyed because of the hailstones. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് വെയർ ലെഞ്ചോസ് ഫീലിംഗ് വെൻ ദ ഹെയിൽ സ്റ്റോപ്ഡ്? അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അത് 2020 ഇംഗ്ലീഷിൽ വന്നിട്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് 2020. When the hail stopped, Lenjo became sad. All his flowering crops were destroyed due to the hailstones. He felt that no one can help his family and they would face hunger. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പേജ് നമ്പർ 6 ഓക്കെ, പേജ് നമ്പർ 6 ആണ്. ഒരു 3 സീക്വൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതിനകത്തുള്ള. ഹൂ ഓർ വാട്ട് ഡിഡ് ലെഞ്ചോ ഹാവ് ഫെയ്ത്ത് ഇൻ വാട്ട് ഡിഡ് ഹി ഡു? ലെഞ്ചോ ഹാഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ലെഞ്ചോ ദൈവത്തിലാണ് വിശ്വസിച്ചത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് സീസ് എവറിത്തിങ് ആൻഡ് ഹെൽപ്സ് ഹിം. എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്, ഹി റോട്ട് ലെറ്റർ ടു ഗോഡ് ആസ്കിങ് ഹിം ടു സെൻഡ് 100 pesos. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ റീഡ് ദ ലെറ്റർ? ആരാണ് ലെറ്റർ റീഡ്? ദ പോസ്റ്റ് മാസ്റ്റർ റീഡ് ദ ലെറ്റർ. വാട്ട് ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ഡു ദെൻ? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിക്കണം കേട്ടോ. ആഫ്റ്റർ റീഡിങ് ലെഞ്ചോസ് ലെറ്റർ പോസ്റ്റ് മാസ്റ്റർ ലാഫ്ഡ് ബട്ട് സൂൺ ഹി ബിക്കം സീരിയസ് ആൻഡ് വാസ് ഇംപ്രസിങ് ബൈ ദ ലെഞ്ചോസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. He didn't want to break Lenjo's faith in God, so he decided to collect money from his employees and friends. He also gave a part of his salary and sent it to Lenjo's to behalf of God. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ വാട്ട് ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ഡു ദെൻ? പോസ്റ്റ് മാസ്റ്റർ അത് വായിച്ചിട്ട് എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ സാലറിയിലെ പകുതി ലെഞ്ചോയ്ക്ക് കൊടുത്തു. എന്താണ് റീസൺ? ലെഞ്ചോ ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭയങ്കര വിശ്വാസി ആയതുകൊണ്ടാണ്, വലിയൊരു വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്
മണി കളക്ട് ചെയ്ത് അദ്ദേഹം കൊടുത്തത്. ഇനി നമ്മൾ പേജ് നമ്പർ 7 പോകുമ്പം അവിടെ രണ്ട് ഓൺലി 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. വാട്ട് മെയ്ഡ് ഹിം ആംഗ്രി? എന്താണ് ലെഞ്ചോയെ ആംഗ്രി ആക്കിയത്? എന്താണ് ആംഗ്രി ആക്കിയത്? വെൻ ലെഞ്ചോ counted the money in the envelope, he got angry. There were only 70 pesos in the envelope, while he had asked for 100 pesos. 100 pesos ചോദിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന് എന്തേ ഉള്ളായിരുന്നു? ഒരു 70 pesos മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് who does Lenjo have complete faith in? Such a sentence in the story tell you this. അപ്പോൾ ഇതിനകത്ത് ലെഞ്ചോയുടെ ഫെയ്ത്തിനെ പറ്റി പറയുന്ന കുറേ വേർഡ്സുകൾ, സെൻറ്റൻസുകൾ നമ്മൾ ഈ വായിച്ച ബുക്സിനകത്തുണ്ട്, നിങ്ങളുടെ NCERT ബുക്കിൽ. അതാണിതാ ഇവിടെ മുതൽ എടുത്ത് കാണിക്കാം കിടക്കുന്നത്. ഇത്രയും അദ്ദേഹത്തിൻ്റെ ആ ബുക്സിനകത്തുള്ള സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും 2-3 സെൻറ്റൻസുകൾ പഠിച്ച് വയ്ക്കാം. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാലും അറിഞ്ഞിരിക്കണം. 10th ആയതുകൊണ്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് വിട്ട് കളയരുത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈ ഡസ് ദ പോസ്റ്റ് മാസ്റ്റർ സെൻഡ് മണി ടു ലെഞ്ചോ? വൈ ഡസ് ഹീ സൈൻ ദ ലെറ്റർ ഗോഡ്? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയ്ക്ക് മണി സെൻഡ് ചെയ്തത്? എന്തിനാണ് ഗോഡിൻ്റെ സൈൻ അദ്ദേഹം ഇട്ടത്? എന്തുകൊണ്ടാണ്? വെൻ ദ പോസ്റ്റ് മാസ്റ്റർ റീഡ് ലെഞ്ചോസ് ലെറ്റർ ഹി റിയലൈസ്ഡ് ദ ഫേം ബിലീഫ്സ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ലെഞ്ചോസ് ഇൻ ഗോഡ്. ഓക്കെ, ഹി ഡിഡ് നോട്ട് വാണ്ട് ദിസ് ഫെയ്ത്ത് ടു ബി ബ്രോക്കൺ ആൻഡ് ദെയർഫോർ ഡിസൈഡഡ് ടു സെൻഡ് മണി ടു ലെഞ്ചോ. അദ്ദേഹം എഴുത്ത് വായിച്ചപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ലെഞ്ചോ ഒരു വലിയ ദൈവവിശ്വാസിയാണെന്നും ഒരു കാരണവശാലും ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പൈസ കളക്ട് ചെയ്ത് ലെഞ്ചോയ്ക്ക് അയച്ചു കൊടുത്തത്. ഇനി എന്തുകൊണ്ടാണ് ഗോഡിൻ്റെ സൈൻ ഇട്ടത്? ടു മെയിൻറ്റെയിൻ ലെഞ്ചോസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും തകർന്നു പോകാതിരിക്കാൻ. The postmaster signed the letter as God so that Lenjo believed that God has helped him. സൈൻ അതിനകത്ത് വന്ന ഉടനെ അദ്ദേഹം വിചാരിക്കും എന്ത്, പോസ്റ്റ് മാസ്റ്ററാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന്. ഡിഡ് ലെഞ്ചോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൂ ഹാഡ് സെൻഡ് ദ മണി ടു ഹിം? വൈ നോട്ട്? ആരാണ് എനിക്ക് പൈസ അയച്ചു തന്നതെന്ന് ലെഞ്ചോയ്ക്ക് മനസ്സിലായോ ഇല്ലയോ? വൈ എന്തുകൊണ്ട്? വൈ നോട്ട് എന്തുകൊണ്ടല്ല? അതിൻ്റെ ആൻസർ ലെഞ്ചോയ്ക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. നോ, ലെഞ്ചോ ഡിഡ് നോട്ട് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൂ ഹാഡ് സെൻഡ് ദ മണി ടു ഹിം. The reason was that he could not believe that it could be anybody other than God who would send him the money. His faith in God was so strong that he believed that only God has sent money to him. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൂ ഡസ് ലെഞ്ചോ തിങ്ക് ഹാസ് ടേക്കൺ ദ റെസ്റ്റ് ഓഫ് ദ മണി? വാട്ട് ഈസ് ദ irony ഇൻ ദ സിറ്റുവേഷൻ? Lenjo think that the post office employees have taken the rest of the money because he had asked for the 100 pesos from God, but in the letter there were only 70 pesos. He believed that God could not make such a mistake. So he assumes that the post office employees have stolen the money. അപ്പോൾ ഇതിനകത്ത് ഐറണി എന്ന് വെച്ചാൽ ദ ഐറണി ഇൻ ദ സിറ്റുവേഷൻ ഈസ് ദാറ്റ് ലെഞ്ചോ സസ്പെക്ട് ദോസ് പീപ്പിൾ ഹൂ ഹെൽപ്ഡ് ഹിം. ആരാണോ അദ്ദേഹത്തെ സഹായിച്ചത് ആ ആളിനെ തന്നെയാണ് ലെഞ്ചോ സംശയിച്ചത്. ഹീ ട്രൈഡ് ടു കീപ്പ് ഹിസ് ഫെയ്ത്ത് അലൈവ് ഇൻ ഗോഡ്. അടുത്തത്, are there people like Lenjo in the real world? What kind of person would you say he is? Yes, there are people like Lenjo in the real world. Such people have blind faith in God and believe that God will help them. Lenjo is a simple and a hard working farmer who has extreme faith in God.
he innocent unquestioning attitude for its able to realize that anyone also instead of God would help him. ദൈവം അല്ലാതെ മറ്റൊന്നുമില്ല, ദൈവത്തിൽ ബ്ലൈൻഡാണ്, വേറെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരൊറ്റയാൾ, അദ്ദേഹത്തിനെ സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ ദൈവം മാത്രമാണ്. ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. There are two kind of conflict in the story, between human and nature and between human themselves. How are these conflict illustrated? ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 2 type of കോൺഫ്ലിക്റ്റുകളുണ്ട്. മനുഷ്യനും നേച്ചറും തമ്മിൽ, നേച്ചർ മീൻസ് ഗോഡ്, ഹ്യൂമനും ദംസെൽസും തമ്മിൽ, ഹ്യൂമൻ ദംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ ഈസ് ഇലുസ്ട്രേറ്റഡ് ബൈ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലഞ്ചോസ് ക്രോപ്പ് ബൈ ദ ഹെയിൽ സ്റ്റോൺ. അപ്പം ദൈവഹിതം തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഫീൽഡ് നശിച്ചു പോയത്. അതൊരു നേച്ചറിൻ്റെ പ്രതിഭാസമാണ്. നേച്ചർ എപ്പോഴും ദൈവത്തിൻ്റെ കൈകളിലായതുകൊണ്ട് അത് ദൈവഹിതമായിരുന്നായിരിക്കാം. ലഞ്ചോ വാസ് എക്സ്പെക്റ്റഡ് റെയിൻ ടു ഹാവ് എ ഗുഡ് ഹാർവെസ്റ്റ്. ലഞ്ചോ എക്സ്പെക്റ്റ് ചെയ്തത് ഗുഡ് ഹാർവെസ്റ്റും റെയിനും ആണെങ്കിൽ പ്രകൃതി അവന് കൊടുത്തത് ഹെയിൽ സ്റ്റോണും അവൻ്റെ ക്രോപ്സിൻ്റെ നാശവുമാണ്. പിന്നെ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് എ ഹ്യൂമൻ ഇൻ ദ ഫോം ഓഫ് ലഞ്ചോ, ദ സ്റ്റോറി ആൾസോ ഇലുസ്ട്രേറ്റ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹ്യൂമൻ ദംസെൽസ്. ദ പോസ്റ്റ് മാസ്റ്റർ along his friends and staff sent Lenjo money that had asked from God. However, when Lenjo receives it and finds to be less, he gets angry. മനുഷ്യന് ഒരു ദൈവം പോലെയാണ് പോസ്റ്റ് മാസ്റ്റർ അവിടെ പ്രവർത്തിച്ചതെങ്കിലും ലഞ്ചോ അവിടെ എന്തായി മാറി? ലഞ്ചോ ഒരാളെ മനസ്സിലാക്കാതെ തന്നെ അവരെ തന്നെ സംശയിക്കുന്ന ഒരിട വന്നപ്പോഴാണ് മനുഷ്യരും ദംസെൽസ് തമ്മിൽ, ഹ്യൂമൻ ബീയിങ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹി ബ്ലെയിംസ് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ടു ടേക്ക് ഔട്ട് ഹിസ് മണി ദാറ്റ് ഗോഡ് ഹാഡ് സെൻഡ് ഹിം. ഹി ഈവൻ കാൾ ദം എ ബഞ്ച് ഓഫ് ക്രൂക്സ്. അപ്പോൾ ഇത്രയും സഹായിച്ച ആളെ അദ്ദേഹം മനസ്സിലാക്കിയെങ്കിൽ ഇത്രയും വിശ്വാസമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പം മനസ്സിലാക്കാതെ തന്നെ, ഒന്നും അറിയാതെ കാണാതെ അദ്ദേഹം ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ, അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത പീപ്പിൾസിനെ ലഞ്ചോ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. വിളിച്ചത് ബഞ്ച് ഓഫ് ക്രൂക്ക്, ഹോണസ്റ്റ് ഇല്ലാത്ത മനുഷ്യരെന്നാണ്. ഹിസ് ഷോസ് ദാറ്റ് മാൻ ഡസ് നോട്ട് ഹാവ് ഫെയ്ത്ത് ഇൻ മാൻ. അപ്പം മാൻ ദൈവത്തിൽ ഫെയ്ത്ത് ആണെങ്കിലും ഹി ഡസ് നോട്ട് ഹാവ് ഫെയ്ത്ത് ഇൻ അനദർ മാൻ, ദെയർബൈ ഗിവിങ് റൈസ് ടു ദിസ് കോൺഫ്ലിക്റ്റ്. ഇതിനകത്ത് നമുക്ക് കോൺഫ്ലിക്റ്റുകൾ കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പേജ് നമ്പർ 8-ലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സുകളെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വിൻഡുകളുടെ എക്സ്പ്ലനേഷനുണ്ട്. എക്സ്പ്ലനേഷൻ്റെ അനുസരിച്ച് ഞാൻ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, വയലൻ്റ് ട്രോപ്പിക്കൽ സ്റ്റോം ഇൻ വിച്ച് സ്ട്രോങ് വിൻഡ്സ് ആർ മൂവ് ഇൻ എ സൈക്കിൾ. എന്താണ് സൈക്ലോൺ? ആൻഡ് എക്സ്ട്രീംലി സ്ട്രോങ് വിൻഡ് ആണ് ഗെയിൽ. എ വയലൻ്റ് ട്രോപ്പിക്കൽ സ്റ്റോം വിത്ത് വെരി സ്ട്രോങ് വിൻഡ് ടൈഫൂൺ. എ വയലൻ്റ് സ്റ്റോം whose center is cloud in the shape of a funnel. Tornado. A violent storm which the strong wind, especially in the western Atlantic Ocean. Hurricane. പ്രൊനൗൺസിയേഷൻ വൃത്തിയായിട്ട് പഠിക്കണം മക്കളെ എല്ലാവരും. എ വെരി സ്ട്രോങ് വിൻഡ് അവിടെ ഒരു ഇച്ചിരി പോയിട്ടുണ്ട്, അത് ഞാൻ ബുക്കിൽ നോക്കി വായിച്ചു തരാം. 6th വൺ, പേജ് നമ്പർ 8-ൻ്റെ 6th വൺ. എ വെരി സ്ട്രോങ് വിൻഡ് ദാറ്റ് മൂവ്സ് വെരി ഫാസ്റ്റ് ഇൻ എ സ്പ്രിങ് മൂവ്മെൻറ്റ് ആൻഡ് കേസ് എ ലോട്ട് ഓഫ് ഡാമേജ്. അത് വേൾ വിൻഡാണ്. WHIRLWIND, വേൾ വിൻഡ്. അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മക്കളെ, ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസറുകൾ വേണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്നെ അറിയിക്കണം ചാറ്റ് ബോക്സിലൂടെ. ഞാൻ അടുപ്പിച്ച് എല്ലാ ഇംഗ്ലീഷ് ചാപ്റ്ററുകളുടെയും വീഡിയോ ഇടുന്നുണ്ട്. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെയും ഓർഡറിൽ
നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ സപ്ലിമെൻ്ററിയുടെയും പ്രോസിൻ്റെയൊക്കെ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്റർ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ട്. നിങ്ങളത് കാണണം. നിങ്ങൾക്ക് സാധാരണ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാം നല്ല മലയാളത്തിലാണ് ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, പഠിക്കണം. അപ്പോൾ ഇത് മക്കൾക്കെല്ലാം ഉപകാരപ്രദമാകുമെന്ന് മാം വിചാരിക്കുന്നു. എന്നാൽ നിർത്തട്ടെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.